My dear students, today's class deals with an essay, The Spectator Club, written by Richard Steele. And here, this essay is written in the 17th century. First of all, we have to know about Richard Steele. Sir Richard Steele was born in Dublin in 1672, the same year as Edison. ആ ഒരു 17th സെഞ്ചുറിയിലെ പ്രോമിനന്റ് എസ്സേയിസ്റ്റുകളായിരുന്നു, പ്രോസ് റൈറ്റേഴ്സ് ആയിരുന്നു റിച്ചാർഡ് സ്റ്റീലും എഡിസണും. അവർ രണ്ടുപേരും ജനിച്ചത് ഒരേ വർഷമാണ്. 1672 ജനിച്ചത്, ഡബ്ലിനിലാണ് ജനിച്ചത്. പഠിച്ചതും വളർന്നതൊക്കെ ഒരേ സ്കൂളിലും കോളേജിലും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് ഇവർക്ക് ഇടയിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഉണ്ടാകുകയും അവരുടെ കരിയറിൽ അത് ഗുണം ചെയ്യുകയും ചെയ്തു. In 1709, with the support of Edison, he started the magazine called Tatler, and it was followed in 1711 by the more celebrated Spectator. So, in 1709, Richard Steele started a magazine called Tatler. Okay, and in the Tatler magazine, he described about members in the Tatler Club. And in 1711, with the help of Joseph Addison, he started another magazine that is called The Spectator. And here in the Spectator magazine, he periodically published an essay called Spectator Club. Okay. ആ ഒരു സ്പെക്ടേറ്റർ ക്ലബ് എന്ന് പറയുന്ന ഒരു ഇമാജിനറി ക്ലബിൽ വരുന്ന ആൾക്കാരുടെ സംഭാഷണങ്ങളും അവരുടെ കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു സ്പെക്ടേറ്റർ മാഗസിൻ്റെ അകത്ത് അദ്ദേഹം പറഞ്ഞിരുന്നത്. ആൻഡ് ഇതിൻ്റെ അകത്ത് സ്പെക്ടേറ്റർ മാഗസിനിൽ കൂടുതൽ എസ്സേസുകളും കോൺട്രിബ്യൂട്ട് ചെയ്ത് ജോസഫ് ആഡിസൺ തന്നെയായിരുന്നു. And his essays are noted for unlimited originality, good humor, warm feeling, and understanding. ജോസഫ് ആഡിസന്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് കൂടുതൽ വിറ്റ്, അതുപോലെ തന്നെ നോളജബിൾ ആയിട്ടുള്ളതാണെങ്കിൽ റിച്ചാർഡ് സ്റ്റീലിയുടെ സ്റ്റൈൽ എന്ന് പറയുന്നത് ഒറിജിനാലിറ്റി, ഗുഡ് ഹ്യൂമർ സെൻസ്, വാം ഫീലിംഗ്, അതുപോലെ ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്, ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള ഒരു എന്ന് വെച്ചാൽ ഹ്യൂമൻ ബിഹേവിയർ, ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ് അതിനെ മനസ്സിലാക്കാൻ റിച്ചാർഡ് സ്റ്റീലിയുടെ എസ്സേസിലൂടെ നമുക്ക് കഴിയും. Steele is remembered for charming character creations known as the Spectator Club and is often grouped together as scholarly papers. And Edison wrote more of these papers than Steele. The essays are mostly in the form of anecdotes and sketches. Anecdotes or sketches means ഒരാളെ വരച്ചു വെച്ചിരിക്കുന്ന പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളുടെ പോർട്രയിൽ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ കൃത്യമായി എല്ലാ ഫീച്ചേഴ്സും പറഞ്ഞുകൊണ്ടിട്ടുള്ള എസ്സേസ് ആയിരുന്നു റിച്ചാർഡ് സ്റ്റീലിന്റെ എസ്സേസ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ സ്പെക്ടേറ്റർ ക്ലബിന്റെ ഉൾപ്പെടുന്ന ആ ഒരു എസ്സേസിനെ കൂടുതലായിട്ട് പറയുന്നത് കവർലി പേപ്പേഴ്സ് എന്നായിരുന്നു. പിൽക്കാലത്ത് അത് പബ്ലിഷ് ചെയ്തിരുന്നപ്പോൾ കവർലി പേപ്പേഴ്സ് എന്നുള്ള പേരിലാണ് അത് പബ്ലിഷ് ചെയ്തിരുന്നത്. കൂടുതലും അനക്ഡോട്ട്സ് അല്ലെങ്കിൽ സ്കെച്ചസുകളായിട്ടാണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. Thackeray has said that great charm of steel papers lies in their naturalness. Addison excels in wit and scholarship, whereas Steele is renowned for human sympathy and knowledge of the world. താക്കറെ വില്യം മാക്പിസ് താക്കറെ അദ്ദേഹം പറഞ്ഞത് സ്റ്റീലിനെയും എഡിസനെ കുറിച്ച് ഇങ്ങനെയാണ്. സ്റ്റീൽ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ എഴുത്ത് കൂടുതൽ നാച്ചുറൽ ഫ്ലോ ഉള്ളതാണ്. അദ്ദേഹത്തിന് ഈ നോളജ് ഓഫ് ദ വേൾഡ്, ഹ്യൂമൻ സിമ്പതി ഇതിനെയൊക്കെ കുറിച്ച് നല്ല ഗ്രാഹ്യമുണ്ട്. On the other hand, Addison is noted for his wit and scholarship. The plan of Spectator is Addison, and it is a guiding spirit of the Spectator remains anonymous. His portrait is drawn by Addison in the first number. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ ആഡിസൺ ആണ് രണ്ടാമത് 1711 ഇങ്ങനെ ഒരു മാഗസിൻ തുടങ്ങാൻ റിച്ചാർഡ് സ്റ്റീലെ പ്രചോദിപ്പിക്കുന്നത്. ഓക്കെ, അതിന്റെ ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുന്നത് ജോസഫ് ആഡിസൺ ആണ്. അദ്ദേഹമാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ എസ്സേസ് കോൺട്രിബ്യൂട്ട് ചെയ്തത്. 1709 ഓൾറെഡി സ്റ്റീൽ ഒരു മാഗസിൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് ദ ടാക്ലർ. ടാക്ലറിന്റെ അകത്ത് ട്രംപറ്റ് ക്ലബ് എന്ന് പറയുന്ന ഒരു ക്ലബിന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നെങ്കിൽ സ്പെക്ടേറ്ററിന്റെ അകത്ത് സ്പെക്ടേറ്റർ ക്ലബിൽ നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇതിന്റെ അകത്തുള്ള ക്ലബ് മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. മെയിൻലി 6 മെമ്പേഴ്സ് ആണ് വരുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സർ റോബർട്ട് ഡി കവേർലി, എ കൺട്രി ജെന്റിൽമാൻ, അതൊന്ന് മാർക്ക് ചെയ്യാം.
Sir Robert D. Cavoli, country gentleman. Sir Andrew Freeport, merchant. Captain Sentry, now retired from army. Will Honeycomb, a witty dandy. Two others, a lawyer and a clergyman, who too, like spectator, are not given names. We may see the different professions are represented in the club. സോ ഇതിനകത്ത് പല മെമ്പേഴ്സുകൾ വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു എസ്സേയിൽ തന്നെ പഠിക്കുന്ന ഈ പറയുന്ന മെമ്പേഴ്സിനെ കുറിച്ചിട്ടാണ് ഓരോ പാരഗ്രാഫിലും നമ്മൾ പഠിക്കുന്നത്. അന്നേരം കഴിഞ്ഞ എക്സാമിന് ഹു ആർ ദ മെമ്പേഴ്സ് ഓഫ് സ്പെക്ടേറ്റർ ക്ലബ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. സർ റോബർട്ട് ഡി കവേർലി, ഹീസ് എ കൺട്രി ജെന്റിൽമാൻ. Sir Andrew Freeport, he's a merchant. Captain Sindri, he's a former army officer. Now he's retired from army. Will Honeycomb, he is a witty person. Will Honeycomb, he is a witty person who is eccentric in theatre affairs. And another one is a lawyer, a clergyman. Okay, just like a lawyer, clergyman, and the spectator, these three persons have no names. So, the spectator club. Here, the word spectator means one who visualize a thing. നമ്മൾ കാഴ്ചക്കാരൻ, ഓഡിയൻസ് എന്നൊക്കെ പറയുന്ന പോലെയാണ് സ്പെക്ടേറ്റർ. എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. The essay Spectator Club is the second essay in the Spectator magazine, and Steele conceived a club with members drawn from different stages of life, society, and profession. Each of them has own individual qualities. Thus, club is the miniature version of the society of the day. If there is no representative of the lower class, the club was meant to be of intellectuals. ആൻഡ് ഈ ഒരു സ്പെക്ടേറ്റർ മാഗസിനിലെ രണ്ടാമത്തെ എസ്സേ ആയിട്ടാണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. നമ്മളുടെ സൊസൈറ്റിയിൽ നിന്ന് പല കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരെ, പല ജീവിതാവസ്ഥയിൽ നിന്നുള്ള ആൾക്കാരെ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ലോവർ ക്ലാസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആരും തന്നെ ഇല്ല. പക്ഷെ ഇതിന് സംബന്ധിച്ച് പറയുന്നത്, ഈ ഒരു ക്ലബിനെ പറ്റി പറയുന്നത്, ഇറ്റ് ഈസ് കൺസിഡേർഡ് ദ മിനിയേച്ചർ വേർഷൻ ഓഫ് സൊസൈറ്റി എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അകത്തുള്ള ഓരോ മെമ്പേഴ്സിനും അവരുടേതായ ഇൻഡിവിജ്വൽ ക്വാളിറ്റീസ് ആട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ആര്, റിച്ചാർഡ് സ്റ്റീൽ. And in this essay, Steele gives an account of 6 gentlemen. They are Sir Robert D. Cavoli, Captain Sindri, then Andrew Freeport, Will Honeycomb, the clergyman, student of the law. They were members of the Spectator Club. അതിൽ നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കേണ്ട ഇതിൻ്റെ അകത്ത് പേര് പറയുന്ന ആൾക്കാരെ, പേര് പറയാത്ത ആൾക്കാർ, ക്ലർജി, സ്റ്റുഡന്റ് ഓഫ് ലോ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. ഇത് എസ്സേ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ വളരെ ഈസി ആയിട്ട് പറ്റുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇൻട്രൊഡക്ഷനും മറ്റ് കാര്യങ്ങളും ഒക്കെ ഒന്ന് വായിച്ച് ഒരു 2-3 ടൈംസ് ഒന്ന് വിട്ടേക്കണം. ഇത് നല്ലോണം ഉപകരിക്കും. And this is a reveals Steele keen power of observation, skill in characterization, and his delicate mockery, which is easy and informal style. ഈ ഒരു എസ്സേയിലൂടെ സ്റ്റീലിന്റെ ആ ഒരു ഒബ്സർവേഷൻ, അതുപോലെ തന്നെ ക്യാരക്ടറൈസേഷൻ, ആ ഒരു മോക്കിംഗ് സ്റ്റൈൽ, ഇതൊക്കെ നമുക്ക് ആ ഒരു ഇൻഫോർമൽ വേ ഓഫ് സ്റ്റൈലിലൂടെ ആ ഒരു മോക്കറിയും അതുപോലെ ക്യാരക്ടറൈസേഷനും കീൻ ഒബ്സർവേഷൻ ഓഫ് ലൈഫ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ഓഫ് പീപ്പിൾസും ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. So the first character, that is the Robert D. Cavoli, he is referred as the good-natured Sir Robert D. Cavoli. Sir Robert D. Cavoli is a gentleman of ancient family. His great-grandfather was an inventor of Cavoli dance. His eccentricities proceeded from good sense. He is free from the bondage of custom and fashion. When he is in town, he lives in Soho Square. Once he fell in love with a beautiful widow. She was a perverse or wicked lady of the next country. She rejected his love affair. This disappointment, he remained very serious of a year and a half. Then he gradually got over it. So he keeps himself a bachelor. Before this incident, he was a fine gentleman and had relation with many important persons of the age. This incident made him careless of his dress and appearance. Now he is 56 years old. He possesses a cheerful personality. He has 2 houses, one in town and other in country. He is a good-natured, so everyone loves him. He is justice of quorum, or he is considered as the justice of quorum, and carries out his duties with his great abilities.
some times ago, he won universal applause by explaining the passage in the Game Act. സോ ആ ഈ ഒരു സ്പെക്ടേറ്റർ ക്ലബിലെ പ്രോമിനന്റ് മെമ്പറാണ്, ഫസ്റ്റ് ക്യാരക്ടറായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സർ റോബർട്ട് കവോളിയാണ്. ഒരു ഏൻഷ്യൻ ഫാമിലിയിൽ നിന്നുള്ള ജെന്റിൽമാൻ ആണ്. അദ്ദേഹത്തിന്റെ പേര് തന്നെ നോക്കിക്കഴിഞ്ഞാൽ സർ റോബർട്ട് ഡി കവേളി എന്നാണ്. അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഫാദർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഡാൻസ് ഫോമാണ് കവേളി ഡാൻസ്. ആ കവേളി ഡാൻസിന്റെ ചുവട് പിടിച്ചിട്ടാണ് ഇദ്ദേഹത്തിന്റെ പേര് പിന്നീട് റോബർട്ട് ഡി കവേളി എന്നിട്ടത്. അദ്ദേഹത്തിന് വളരെ നല്ല ഗുഡ് സെൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഈ പറയുന്ന ആചാരം മര്യാദ കസ്റ്റംസ് ഫാഷൻ ഇതിനകത്തൊന്നും അദ്ദേഹം തളച്ചിടുന്ന ഒരു വ്യക്തിയല്ല. സാധാരണ ടൗണിൽ വരുമ്പോൾ അദ്ദേഹം സോഹോ സ്ക്വയറിലാണ് ജീവിക്കുന്നത്. ഇതിനു മുൻപ് കറന്റ് ഹീസ് 56 years old. ഇതുവരെ അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല കേട്ടോ. അദ്ദേഹത്തിന് ഇതിനു മുൻപ് ഒരു വളരെ സുന്ദരിയായ ഒരു വിഡോയെ ഇഷ്ടമായിരുന്നു. പക്ഷേ ഷീസ് എ പെർവേഴ്സ് എ വിക്കറ്റ് ലേഡി. അവർ ഇദ്ദേഹത്തിന്റെ കുറെ നാൾ ഇദ്ദേഹത്തിനെ കൊണ്ട് നടന്നതിന് ശേഷം ഇദ്ദേഹത്തിന്റെ ലവ് അവരെ റിജക്ട് ചെയ്തു. അദ്ദേഹത്തിന് ഒരുപാട് ഡിസപ്പോയിന്റ്മെന്റിലേക്ക് കൊണ്ട്. അതിനുശേഷം ഇദ്ദേഹം ഡ്രസ്സിങ്ങിലൊന്നും ശ്രദ്ധിക്കാതായി, ഗാലൻട്രിയിൽ ശ്രദ്ധിക്കാതായി. ഇദ്ദേഹത്തെ അതുവരെ ഇദ്ദേഹം എന്ന് പറയുന്നത് വളരെ ആക്റ്റീവ് ആയിരുന്നു. ആ ഒരു കാലഘട്ടത്തിലെ പ്രോമിനന്റ് മെമ്പേഴ്സുമൊക്കെ ആയിട്ട് ഒരുപാട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ആ റിലേഷൻഷിപ്പ് ഒക്കെ ബ്രേക്ക് ചെയ്തു അദ്ദേഹം വളരെ കെയർലെസ് ആയിട്ട് നടക്കാൻ തുടങ്ങി. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ഒരു ചിയർഫുൾനെസ്, അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണാലിറ്റി ബാക്കിയുള്ളവരോടൊപ്പം കൂടുമ്പോൾ ബാക്കിയുള്ളവരിൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നിറയ്ക്കുന്ന തരത്തിലായിരുന്നു. ഇദ്ദേഹത്തിന് ടൗണിലും വില്ലേജിലുമായിട്ട് 2 വീടുകളൊക്കെ ഉണ്ട്. നല്ല സമ്പന്നനാണ്, വളരെ ഗുഡ് നേച്ചേർഡ് ആയിട്ടുള്ള ഒരു ജെന്റിൽമാൻ ആണ്. അത് ഈ കോറം, ഹീസ് ദ ജസ്റ്റിസ് ഓഫ് കോറം എന്ന് പറയുന്നുണ്ട്. കോറം മീൻസ് മീറ്റിംഗ് കണ്ടക്ടഡ് ബൈ സ്മോൾ ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ്. ഒരു കുറച്ച് പേര് ചേർന്നിട്ടുള്ള മീറ്റിംഗ്, അങ്ങനെയൊക്കെയുള്ള മീറ്റിംഗില് നേതൃത്വം വഹിക്കാനും ജസ്റ്റിസ് നടപ്പിലാക്കാനും എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ആൾക്കാരുടെ കാര്യങ്ങളിൽ ഇടപെടാനും അവർക്ക് വേണ്ടുന്ന ഡ്യൂ ജസ്റ്റിസ് കൊടുക്കാനും ഒക്കെ ആർക്ക് സാധിക്കാറുണ്ട്? റോബർട്ട് ഡി കവോളിക്ക് സാധിക്കാറുണ്ട്. അങ്ങനെ പല ആൾക്കാരുടെ അറ്റൻഷൻ സീക്ക് ചെയ്യുന്ന തരത്തിൽ, എന്ന് വെച്ചാൽ നല്ല രീതിയിൽ അറ്റൻഷൻ സീക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു റോബർട്ട് ഡി കവോളി. പിന്നീട് പറയുന്നുണ്ട് ഇതിനു മുൻപ്, ഇപ്പോഴല്ല ഇതിനു മുൻപ് ഗെയിം ആക്ടിന്റെ അകത്തുള്ള പാസേജുകളൊക്കെ ഒരു വേർഡ് പോലും വിട്ട് പറയാതെ, ഒരു വേർഡ് പോലും വിടാതെ ഫുള്ളായിട്ട് പറഞ്ഞ് ആൾക്കാരുടെ മുഴുവൻ അപ്ലോസ് കയ്യടി വാങ്ങിയിട്ടുള്ള ഒരു ചരിത്രവും നമ്മുടെ റോബർട്ട് ഡി കവോളിക്ക് ഉണ്ട്. So he's the first person introduced in Spectator Club. He belongs to a Mention family. He is a gentleman. Once he fall in love with a widow, but the widow is very perverse and she rejected his love. And after a long disappointment, he became very serious and he loses all his interest in life. He becomes careless of his dress and appearance. And now he stayed at a Soho Square whenever he visited the town. He is considered as that justice, or he do justice to the quorum whenever he carries his duties. And sometimes ago, he won universal applause by explaining a passage from Gilman. That is the character Sir Roger D. Coverley. ഇച്ചിരി അടിച്ചുരുണ്ട ഒരു മനുഷ്യനായിട്ട് തന്നെയാണ് അപ്പിയറൻസ് ഒക്കെ പറയുന്നത്. The second character, that is the inner temple, member of the inner temple, and his name is indicated as the Templar, the shrewd critic of drama, the member of inner temple. അദ്ദേഹത്തിന് ഈ പറയുന്ന ഡ്രാമ, തിയേറ്ററിക്കൽ പെർഫോമൻസിലൊക്കെ വളരെ താല്പര്യമുള്ള വ്യക്തിയാണ്. എന്ത് കാര്യത്തിനും ക്രിട്ടിസൈസ് ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ആര്? ദ മെമ്പർ ഓഫ് ഇന്നർ ടെമ്പിൾ. Next important person is the Templar. He is another bachelor. ആൻഡ് നേരത്തെ പറഞ്ഞ റോബർട്ട് ഡി കവോളിയും ഒരു ക്രോണിക് ബാച്ചിലർ ആണ്. അദ്ദേഹം ഈ പറയുന്ന വേഴ്സസ് ഷെയറിലെ ബാർനറ്റ് ആണ്. ബാർനറ്റ് മീൻസ് പ്രഭു ആയിരുന്നു നമ്മുടെ റോബർട്ട് ഡി കവോളി എങ്കിൽ ഈ ഇന്നർ ടെമ്പിളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ദ ടെംപ്ലർ. അദ്ദേഹം ഒരു ബാച്ചിലർ ആണ്. He is a member of inner temple. He is the honest and wise man. He took the study of law to obey his old father against his willingness. അദ്ദേഹത്തിന് ഈ പറയുന്ന ലോസ് പഠിക്കാൻ താല്പര്യമില്ലായിരുന്നു. അദ്ദേഹത്തിന് തിയേറ്ററിക്കൽ പെർഫോമൻസിലായിരുന്നു താല്പര്യം. പക്ഷെ പിതാവിന്റെ നിർബന്ധപ്രകാരം അദ്ദേഹം ലോ പഠിക്കുകയും but his favorite subject of study was the arts and the stage. He was a well-read man in class 6. He had read the customs, manners, actions, and writings of the ancients. This made him a shrewd observer of man and things.
ഇദ്ദേഹത്തിന് ഈ പറയുന്ന ഏൻഷ്യൻസിന്റെ മാനേഴ്സ്, കസ്റ്റംസ്, ട്രഡീഷൻസ്, ആക്ഷൻസ്, റൈറ്റിങ്സ് ഇതിൻ്റെ അകത്തൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. ഈ ഏൻഷ്യൻ റൈറ്റിങ്സ് ഒക്കെ അദ്ദേഹം ഒരുപാട് വായിക്കുമായിരുന്നു. ആൻഡ് ഹി കൺസിഡേർഡ് ആസ് എ ഹിംസെൽഫ് ആസ് എ ഷ്രൂഡ് ഒബ്സർവർ ഓഫ് മാൻ ആൻഡ് തിങ് ആൻഡ് ഹി കണക്റ്റഡ് എവറിത്തിങ് ഇൻ റിലേഷൻ ടു ഏൻഷ്യൻ പീപ്പിൾ. ഇപ്പം ഇപ്പോൾ എഴുതുന്ന പോയട്രി ആയാലും ഡ്രാമയായാലും എല്ലാം ഏൻഷ്യൻ റൈറ്റിങ്ങിനോട് അദ്ദേഹം കണ്ടാറിയായിരുന്നു. And he gave due importance to Demosthenes and Tilly. അദ്ദേഹം ഡെമസ്തനീസിന്റെയും ടില്ലി എന്ന് പറയുന്നത് മാർക്കസ് ടുലിയസ് സിസേറോ, ഓക്കെ, അവരെല്ലാം തന്നെ ഈ പറയുന്ന ഗ്രീക്ക് ഒറേറ്റേഴ്സും ഗ്രീക്ക് ഫിലോസഫേഴ്സുമാണ് ഡെമസ്തനീസും ടില്ലിയും ഒക്കെ. അന്നേരം ഇവരുടെ തത്വചിന്തകളും ഇവരുടെ ആർഗ്യുമെന്റ്സും ഒക്കെ എടുത്തിട്ടാണ് അദ്ദേഹം പലപ്പോഴും വാദിക്കാൻ എടുക്കുന്നത്. He was a good critic of drama, and if he was present in any performance, every actor should do the best to please him. The bachelors visit the theatre often. His scholarship enables him to keen judge of dramatic performance. അദ്ദേഹം ഡ്രാമ കാണാൻ വരുന്നു എന്നറിഞ്ഞാൽ അല്ലെങ്കിൽ ഡ്രാമയിൽ പങ്കെടുക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്ന അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ് ആക്ടേഴ്സ് എല്ലാം തന്നെ അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കും. കാരണം അല്ലെങ്കിൽ ഇയാളിൽ നിന്ന് വളരെ ഷാർപ്പായിട്ടുള്ള ക്രിറ്റിസിസം ഇവർക്ക് ഏൽക്കേണ്ടി വരുമെന്ന് ഇവർക്ക് അറിയാം. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളെ പറ്റി പ്രത്യേകിച്ച് ഡ്രമാറ്റിക് പെർഫോമൻസിനെ പറ്റി വളരെ നല്ല നോളജ് ഉള്ള ഒരു വ്യക്തി കൂടിയാണ് നമ്മളുടെ മെമ്പർ ഓഫ് ദ ഇന്നർ ടെമ്പിൾ. ഈ ഇന്നർ ടെമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാൾവിൻ ദ കിങ് ഓഫ് ജെറുസലേം അദ്ദേഹം 1118 സോൾജിയേഴ്സ് ഓഫ് ദി ഇന്നർ ടെമ്പിൾ എന്ന് പറഞ്ഞ് പണി കഴിപ്പിച്ചാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിൽഗ്രിംസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലും ജെറുസലേം സന്ദർശിക്കാൻ വരുന്ന ക്രിസ്ത്യൻ പിൽഗ്രിംസ് ഉണ്ട്. അന്നേരം ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല ആൾക്കാരിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം പണി കഴിപ്പിച്ച ബാൾവിൻ രാജാവ് പണി കഴിപ്പിച്ച ഒന്നാണ് ദ സോൾജേഴ്സ് ഓഫ് ദ ടെമ്പിൾ ഓർ ദ ഇന്നർ ടെമ്പിൾ എന്നറിയപ്പെടുന്നത്. ലേറ്റർ 1185 ആയപ്പോഴത്തേക്ക് അതുവരെ ഉണ്ടായിരുന്ന ഇതിന്റെ ഒരു ഓർഡർ എന്ന് വെച്ചാൽ ആ കോൺട്രാക്ട് സർപ്പാസ് ചെയ്യും. അതിനുശേഷം ഇത് ആ ഒരു കാലഘട്ടത്തിലെ പ്രമുഖരായിട്ടുള്ള പ്രൊഫസേഴ്സ് കോമൺ ലോസ് ഒക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അത് അനുസരിക്കുന്ന അവിടുത്തെ പ്രൊഫസേഴ്സ് ഏറ്റെടുക്കുകയും ഇതിനെ ഡിവൈഡ് ചെയ്ത് ഇന്നുകളാക്കി മാറ്റുകയും ചെയ്തു, സത്രങ്ങളാക്കി മാറ്റുകയും ചെയ്തു. ഓക്കെ, പിന്നെ ഈ സത്രങ്ങൾ അറിയപ്പെടുന്ന മിഡിൽ ടെമ്പിൾ, എസെക്സ് ഹൗസ്, ഇന്നർ ടെമ്പിൾ എന്നിങ്ങനെ മൂന്നായിട്ട് അറിയപ്പെടാൻ തുടങ്ങി. അതിലെ ഇന്നർ ടെമ്പിൾ എന്ന് അറിയപ്പെടുന്നത് ഇതിന്റെ ഉള്ളിലുള്ള ഭാഗമാണ്. മിഡിൽ എന്ന് പറയുന്നത് അതിന്റെ ഔട്ടർ പോർഷൻ ആയിരുന്നു. ലേറ്റർ എസെക്സ് എന്ന് പറയുന്നത് ഈ ഇന്നർ ടെമ്പിളിന് വെളിയിലുള്ള ഭാഗം, ഇതുമായിട്ട് യാതൊരു കണക്ഷൻ ഇല്ല. സോ നമ്മൾ പറയുന്ന ഈ പറഞ്ഞിട്ടുള്ള മെമ്പർ ഓഫ് ദ ഇന്നർ ടെമ്പിൾ വരുന്നത് ആ ഇന്നർ ടെമ്പിൾ എന്ന് പറയുന്ന ഉള്ളിലുള്ള ഭാഗത്ത് നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ്. സോ രണ്ടാമത്തെ ക്യാരക്ടറാണ് ദ മെമ്പർ ഓഫ് ദി ഇന്നർ ടെമ്പിൾ. അദ്ദേഹം ഈ പറയുന്ന ലോദർ ദി കവോളിയെ പോലെ ഒരു ബാച്ചിലർ ആണ്. അദ്ദേഹത്തിന് ഹീസ് കൺസിഡേർഡ് ആസ് എൻ ഓണസ്റ്റ് ആൻഡ് വൈസ് മാൻ. He obeyed his father and he studied law. However, he was interested in arts and science. He was a well-read man in classics. He had read customs, manners, actions, and writings of ancients, and he made his own shrewd observation based on Demosthenes and Tully. He was a good critic on performance, stage performance. Whenever he comes to for the performance, the actors are alert and they showed their best performance. And the third character, that is the successful merchant, Sir Andrew Freeport. Sir Andrew Freeport is a merchant of great importance in London. He is a man of industry, strong reason, and great experience. He has his own noble and generous ideas of trade. He calls the sea the British common. He thinks that this is a stupid way to extend dominion by arms. He considers the real strength of the nation exists in its art and industry. He approves diligence and labor. He is known for few maxims. The penny saved is penny got. Sloth is a great destroyer than sword. He has natural, unaffected eloquence. It makes his discourse very pleasing. He has become rich by clean labor and honest methods. He thinks that England may become richer than other nations by the same methods. He has business contacts throughout the world. സർ ആൻഡ്രൂ ഫ്രീപോർട്ട് എന്ന് പറയുന്നത് ലണ്ടനിലുള്ള ഒരു ഗ്രേറ്റ് മെർച്ചന്റ് ആണ്. അദ്ദേഹത്തിന്
അദ്ദേഹത്തിന്റെ അനുഭവം കൊണ്ടും അദ്ദേഹത്തിന്റെ ലോജിക് റീസൺ ഇതൊക്കെ കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഇൻഡസ്ട്രിയിൽ വളരെ ഫ്ലറിഷ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. Okay, and he has his own noble and generous ideas of trade. He calls the sea the British common എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറയുകയാണ് ഈ കാണുന്ന സീസ് എല്ലാം തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ എക്സ്പ്ലോർ ചെയ്യാൻ ഉപയോഗിച്ചതൊക്കെ തന്നെ എന്താണ് ഈ സീസിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടീഷുകാർക്ക് ഉൾപ്പെടെയാണ് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഭാഗം തന്നെയാണ് ഈ ഓരോ കടലും എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. And he thinks that that is a stupid way to extend dominion by arms. നമ്മൾ പല സ്ഥലത്തും പോയി യുദ്ധം ചെയ്ത് അത് വെട്ടിപ്പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അതിന് എത്രയ്ക്കോ വേറെ നല്ല മാർഗങ്ങളുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. He says that the real strength of a nation consists of art and industry. ഒരു നേഷന്റെ യഥാർത്ഥ സ്ട്രെങ്ത് എന്ന് പറയുന്ന ആ നേഷന്റെ കല, കായികം, അതുപോലെ തന്നെ ആ നേഷനിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ട്രേഡ്, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ ആ നേഷൻ എന്തുമാത്രം പവർ ഉണ്ടെന്ന് കാണിക്കുന്ന അവിടെയുള്ള ആയുധങ്ങളുടെ ബലത്തിലല്ല എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു സർ ആൻഡ്രൂ ഫ്രീപോർട്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഈ പറയുന്ന ഒരാളുടെ കഴിവിലും ഒരാളുടെ അധ്വാനത്തിലും വിശ്വസിക്കുകയും അതിനെ അപ്രൂവ് ചെയ്യുകയും വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കുറച്ച് മാക്സിംസ് പറയുന്നുണ്ട്. പെന്നി സേവ്ഡ് ഹിസ് പെന്നി ഗോഡ്, sword is a greatest destroyer than the sword, and he has natural unaffected eloquence. അദ്ദേഹം എന്ത് പറഞ്ഞാലും കുറെ പഴഞ്ചൊല്ലുകൾ എൻ്റെ അകത്ത് ഇടയ്ക്കെടുത്തിടും. ഓക്കെ, നമ്മള് വാള് വെച്ച് വെട്ടുന്നതിനേക്കാളും സ്ലോത്തിനെ പോലെ പെരുമാറുന്നതാണ് എല്ലാം അങ്ങ് വൈകിപ്പിക്കുക, അല്ലെങ്കിൽ അത് നീക്കുപോക്കില്ലാത്ത തീരാക്കുക. ഇതൊക്കെയാണ് ഏറ്റവും നല്ലതെന്നൊക്കെ ഉള്ള തരത്തിലുള്ള പഴഞ്ചൊല്ലുകൾ അദ്ദേഹത്തിന് എടുത്തിടുമായിരുന്നു. അദ്ദേഹത്തിന് ഇടമുറിയാത്ത വാക്കുകളിലൂടെ പ്രസംഗം നടത്താൻ നല്ലൊരു കഴിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർ ഇദ്ദേഹത്തിന്റെ സംസാരം ശ്രവിച്ചു കൊണ്ടിരിക്കുക എന്നത് വളരെ രസകരമായിട്ടാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം വളരെ ഓണസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അദ്ദേഹം വളരെയധികം അധ്വാനിച്ചിട്ടാണ് ഈ ഒരു സമ്പാദ്യമെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് താൻ എങ്ങനെയാണോ വളർന്നു വന്നത് അതുപോലെ തന്നെ തൻ്റെ നേഷനിലും ഇതുപോലെയുള്ള മെത്തേഡ്സിൽ അഡോപ്റ്റ് ചെയ്യണമെന്നുള്ള ആശയക്കാരനായിരുന്നു നമ്മളുടെ സർ ആൻഡ്രൂ ഫ്രീപോർട്ട്. തൻ്റെ ട്രേഡ് കാരണം ഈ ലോകത്താകമാനം അദ്ദേഹത്തിന് ഒരുപാട് കോണ്ടാക്റ്റുകൾ, ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. Next character is the courageous Captain Sentry. The Captain Sentry is next important person. He is a man of great courage, good understanding, but invisible modesty. He possesses great merits. He does not want to show them. He was in the army for several years and served as the captain. He behaved himself with great gallantry in several engagements. He has a small estate of his own. Being next heir to Sir Roger, he left the army. This does not make him feel unpleasant. He asserts that in the army, those who are assertive and pushing, and those who do not possess any false sense of modesty can rise. It was unsuitable to his shy temperament, therefore, he has left the army. His military life has furnished him with many adventures. He relates them to other pleasing manner. കറേജിയസ് ആയിട്ടുള്ള വളരെ ധീരനായിട്ടുള്ള ഒരു ആർമി ഓഫീസറായിട്ട് കാണിച്ചിട്ടുള്ള വ്യക്തിയാണ് ക്യാപ്റ്റൻ സെൻട്രി. ക്യാപ്റ്റൻ സെൻട്രി ആണ് അടുത്ത് വരുന്നത്. ഹി ഈസ് കൺസിഡേർഡ് ആസ് എ ഗുഡ് കറേജ്, ഗുഡ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഹാസ് എ മോഡസ്റ്റ് പേഴ്സൺ. He has several merits, but he does not want to show any of them to other person. And he was in army for several years, and he even served as a captain. And but now he's retired from army. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ പറയുന്ന കോട്ട്ലി ലൈഫ് ചൂസ് ചെയ്യണോ അതോ ആർമി ലൈഫ് ചൂസ് ചെയ്യണോ എന്ന് വേണ്ടി വന്നപ്പോ അദ്ദേഹം ചൂസ് ചെയ്തത് കോട്ട്ലി ലൈഫാണ്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുകയാണ് ചെയ്തത്. Now he owned a small estate, being next heir to Sir Roger. നമ്മൾ സർ റോഗറിന്റെ നെഫ്യൂ ആണ് ഈ പറയുന്ന ക്യാപ്റ്റൻ സെൻട്രി. സർ റോഗർ വിവാഹം കഴിക്കാത്തത് കൊണ്ട് തന്നെ റോഗറിന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ സ്വത്തുക്കളെല്ലാം വന്ന് ചേരാൻ പോകുന്നത് നമ്മുടെ ക്യാപ്റ്റൻ സെൻട്രിയിലേക്കാണ്. അതുകൊണ്ട് തന്നെ റോഗർ എവിടെ പോയാലും റോഗറിനെ അസിസ്റ്റ് ചെയ്തുകൊണ്ട് ക്യാപ്റ്റൻ സെൻട്രിയും കാണും. He left army. This does not make him feel unpleasant. He asserts that the army, those who are assertive and pushing, and those who do not possess any false sense of modesty, can rise. അദ്ദേഹം പറയുന്നത് എനിക്ക് ആർമി വിട്ടതിന്റെ പേരിൽ എനിക്ക് വിഷമമൊന്നുമില്ല. കാരണം ഞാൻ എന്ന് പറയുന്നത് വളരെ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. എനിക്ക് ഈ പറഞ്ഞിട്ടുള്ള തരത്തിലുള്ള ആ ഒരു
അവരുടെ ആ ഒരു സ്വഭാവം, ഫങ്ഷനും അതുപോലെ അസർട്ടീവ്നെസ്സും അതൊന്നും എനിക്ക് പറ്റത്തില്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ ആ ഒരു ഷൈ ടെമ്പർമെന്റ് അതൊക്കെ അൺസ്യൂട്ടബിൾ ആണെന്ന് അദ്ദേഹം പറയുകയും അദ്ദേഹം അതുകൊണ്ട് തന്നെ ആർമി ലെഫ്റ്റ് ചെയ്യുകയും പോവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഹിസ് military life has furnished him with many adventures. He relates them to others in pleasing manner. അദ്ദേഹം പലപ്പോഴും സ്പെക്ടേറ്റർ ക്ലബിലെ വർത്തമാനത്തിനിടയിൽ തന്റെ മിലിറ്ററി കാലഘട്ടത്തിൽ അദ്ദേഹം നേരിട്ടിട്ടുള്ള അനുഭവങ്ങളെ കുറിച്ച് പറയുമായിരുന്നു. Next character is the gallant Will Honeycomb, the next member of the club. Will Honeycomb is the next in importance. He is gallant according to his years. He should be in decline of his life. He has been very careful of his person. So age has not made any impression either on his body or mind. He is tall. He dressed himself very well. He is good at that type of conversation with which men usually entertain women. He knows the history of every fashion. His entire knowledge is confined to female world. He can tell when Duke of Monmouth danced at court and which women fell in love with him at that time. So വളരെ എന്താ പറയുന്നത്, വളരെ കണ്ണിങ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ വിൽ ഹണികോംബ്. അദ്ദേഹത്തിന് ഒരു ഇത്തിരി പ്രായമൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു എബോവ് 60 ഇയേഴ്സ് എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സ് ഇപ്പോഴും വളരെ റൊമാൻറ്റിക് ആണ്. അദ്ദേഹത്തിന്റെ ബോഡിക്കും മൈൻഡിനും തമ്മിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്നാണ് അദ്ദേഹം ഇപ്പോഴും ക്ലെയിം ചെയ്തത്. ഞാൻ ഇപ്പോഴും വളരെ ചെറുപ്പക്കാരനാണ്, വളരെ നന്നായിട്ട് ഡ്രസ്സ് ചെയ്യും, എപ്പോഴും സാധാരണ കൊച്ചു പയ്യന്മാർ എങ്ങനെയാണ് പെൺകുട്ടികളിലേക്ക് സംസാരിക്കാറുള്ളത് ആ ഒരു രീതിയിൽ സ്ത്രീകളോട് എന്റർടൈൻ ചെയ്യുന്ന കോൺവെർസേഷൻസ് നടത്താനാണ് അദ്ദേഹത്തിന് താല്പര്യം. ഈ പറഞ്ഞിട്ടുള്ള ഫാഷൻ ഹിസ്റ്ററിയെ കുറിച്ച് ഒരു വാസ്റ്റ് നോളജ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു വേൾഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഫീമെയിൽ വേൾഡ് ആണ്. എവിടെ പെൺകുട്ടികളുണ്ടോ അവിടെ അദ്ദേഹമുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഇങ്ങനെ ഓർത്തെടുത്ത് പറയുകയാണ്, ഡ്യൂക്ക് ഓഫ് മൺമോത്തും ഫ്രാൻസിലെ എന്താ പ്രഭു ഒക്കെ ആയിരുന്ന വ്യക്തികൾ, പല ആൾക്കാരും അവർ ഡാൻസ് ചെയ്ത്, ഡ്യൂക്ക് ഓഫ് മൺമോത്ത് എന്ന് പറയുന്നത് നമ്മുടെ ചാൾസ് സെക്കൻഡിന്റെ മകനാണ്. ചാൾസ് സെക്കൻഡിന് ലൂസി വാട്ടേഴ്സിലുണ്ടായ മകനാണ് ഡ്യൂക്ക് ഓഫ് മോൺമോത്ത്. ഈ ഡ്യൂക്ക് ഓഫ് മോൺമോത്ത് ഒരിക്കൽ ഒരു ബോൾ ഡാൻസിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് കാരണം ബാക്കിയുള്ളവരെ എന്തുമാത്രം അട്രാക്ട് ചെയ്തു എന്നും അന്നേരം അദ്ദേഹത്തിനോടൊപ്പം അന്നത്തെ ദിവസം ഡാൻസ് കളിക്കാൻ എന്തുമാത്രം പെൺകുട്ടികളാണ് ആഗ്രഹിച്ചതെന്നും ഒക്കെ പറയുന്നുണ്ട്. ഈ ഡ്യൂക്ക് ഓഫ് മോൺമോത്ത് എന്ന് പറയുന്നത് നമ്മുടെ ചാൾസ് സെക്കൻഡിന്റെ മകനാണെന്ന് ഞാൻ പറഞ്ഞു. നാച്ചുറൽ ഹെയർ ആണ് വരുന്നത്. ഇദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് കാണാൻ അതിഭംഗിയായിരുന്നു എന്നാണ് പറയുന്നത്. അതീവ സുന്ദരനായ ഡ്യൂക്ക് ഓഫ് മോൺമോത്ത്. അങ്ങനെ ഇദ്ദേഹത്തിനൊപ്പം ഒരു ബോൾ ഡാൻസിൽ പങ്കെടുത്തപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ ഇദ്ദേഹത്തിനോട് പ്രണയ അഭ്യർത്ഥന നടത്തിയെന്നും അവരുടെ കണ്ണുകളിലൊക്കെ അത് കാണാമായിരുന്നു എന്നൊക്കെയുള്ള കാര്യം വിവരിച്ച് നമ്മുടെ ഹണികോംബ് പറയുന്നുണ്ട്. തനിക്ക് പ്രണയത്തെ പറ്റി പല കാര്യങ്ങളും അറിയാം. ഈ ലണ്ടനിലുള്ള ആരൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയമുണ്ട്, ആരൊക്കെ തമ്മിലാണ് ഇപ്പോൾ റിലേഷൻഷിപ്പ് ഉള്ളതെന്നൊക്കെയുള്ള കാര്യം തനിക്കറിയാമെന്നൊക്കെ ഹണികോംബ് വലിയ രീതിയിൽ പറയുന്നുണ്ട്. അന്നേരം ഇതും ബാക്കിയുള്ള ആൾക്കാർ ഇങ്ങനെ കേട്ട് രസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിസ് കോൺവെർസേഷൻ ഇസ് ഓൾസോ പ്ലീസിങ് ആൻഡ് എവരിവൺ calls him well-bred fine gentleman. Then comes another character, the clergyman. ഇനി നമ്മൾ പറഞ്ഞിട്ടുള്ള 3 മൈനർ ക്യാരക്ടേഴ്സ് ഉണ്ട്. ക്ലർജിമാൻ, ലോ സ്റ്റുഡന്റ്, ദെൻ ദ സ്പെക്ടേറ്റർ. ഇവർക്കാർക്കും വലിയ റോളുകൾ ഇതിൻ്റെ അകത്തില്ല. അതുകൊണ്ട് ജസ്റ്റ് അവരുടെ പേരൊന്ന് മെൻഷൻ ചെയ്തു പോയാൽ മതി. Clergyman is the last member of the club. He comes to attend the meeting rarely. He is learned and pious man. He is very weak in health. He cannot take heavy responsibilities of his profession. അന്നേരം ക്ലർജിമാൻ ഇദ്ദേഹമാണ് ഇതിൻ്റെ അകത്ത് ലാസ്റ്റ് മെമ്പർ എന്ന് പറയുന്നത്. അദ്ദേഹം പലപ്പോഴും റെയറായിട്ട് മീറ്റ് ചെയ്യാറുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഇങ്ങോട്ട് വരാറില്ല. അദ്ദേഹം വളരെ ലേൺഡ് മെയിനാണ്. കാരണം ഈ പറഞ്ഞിട്ട് ഹണികോംബിന്റെ വിടുവായത്തരം കേൾക്കാനും സ്ത്രീകളെ കുറിച്ചുള്ള സംസാരം കേൾക്കാനും ഒക്കെ ഇദ്ദേഹത്തിന് വലിയ താല്പര്യമില്ല. അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അദ്ദേഹം പറയാണ് ലോയേഴ്സിന്റെ ഇടയ്ക്ക് ആ ലോ സ്റ്റുഡന്റിന് എത്രമാത്രം റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ആ ചേംബർ ഓഫ് കൗൺസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോയേഴ്സിന് അവരുടെ ഇതിൽ ഉണ്ടാകുന്ന ജോലി പോലെ തന്നെ ഇദ്ദേഹത്തിന് പള്ളിയിൽ ഇദ്ദേഹത്തിൻ്റെതായ ജോലികളുണ്ട്. അതുകൊണ്ട് എപ്പോഴും എനിക്ക് സ്ഥിരമായി വരാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. And he is not at all seemingly interested in this materialistic world.
ഹി ഹാസ്റ്റനിങ് ഹിസ് ഒബ്ജക്റ്റ് ഓഫ് ഹിസ് സോൾസ് ഡിസയർ. പലപ്പോഴും ഇദ്ദേഹത്തിന്റെ സോളിന്റെ ഡിസയർ അദ്ദേഹം ചുരുക്കി വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മെറ്റീരിയലിസ്റ്റിക് ആസ്പെക്റ്റിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. സോ ഇത്രയും പേരാണ് ഇതിൻ്റെ അകത്ത് വരുന്ന പ്രധാനപ്പെട്ട മെമ്പേഴ്സ്. ദിസ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ദ മെമ്പേഴ്സ് ഓഫ് ദ സ്പെക്ടേറ്റർ ക്ലബ് still depict cross section of the contemporary society and interaction of the social classes. ആ ഒരു കണ്ടംപററി സൊസൈറ്റിയുടെ ക്രോസ് സെക്ഷൻ ആണ് അദ്ദേഹം ഇവിടെ കൊടുത്തിട്ടുള്ളത്. എങ്കിലും ലോവർ ക്ലാസ് പേഴ്സണിനെ ഇതിൻ്റെ അകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ആ ഒരു കാലഘട്ടത്തിൽ പല കോഫി ഷോപ്പുകൾ ഉണ്ടായിരുന്നു. കോഫി ഷോപ്പുകൾ എന്ന് പറയുന്നത് അവിടെയുള്ള ആൾക്കാർ സ്ഥിരമായി വന്ന് പോകാനും അവിടെ ഇരുന്ന് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും അവർ ഉപയോഗിച്ചിരുന്ന ഇടമാണ്. അങ്ങനെയുള്ള 4 പ്രോമിനന്റ് കോഫി ഷോപ്സുകൾ ഉണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്ത് സ്പെക്ടേറ്റർ ക്ലബ് എന്ന് പറയുന്ന ഒരു കോഫി ഷോപ്പ് അദ്ദേഹം ഫോം ചെയ്തെടുക്കുകയായത്. ആ ഒരു കോഫി ഷോപ്പിന്റെ അകത്ത് ഇങ്ങനെ ഒരു ക്ലബ്ബ് ഫോം ചെയ്ത് അദ്ദേഹം ഈ മെമ്പേഴ്സിന്റെ അതിൻ്റെ അകത്തേക്ക് ഇമാജിനേറ്റീവ് ആയിട്ട് കൊണ്ടുവന്നിട്ടിരിക്കുക. ഓക്കെ, ഇതിൽ ക്ലർജിമെൻ ഉണ്ട്, മെർച്ചന്റ് ഉണ്ട്, ജെൻട്രി ഉണ്ട്, മീൻസ് ആർമി ഓഫീസർ ഉണ്ട്, ദെൻ തിയേറ്റർ പെർഫോമർ ഉണ്ട്, ലേൺഡ് മാൻ ഉണ്ട്, ദെൻ സ്റ്റുഡന്റ് ഓഫ് ലോ ഉണ്ട്, ദെൻ ദ സ്പെക്ടേറ്റർ, ദെൻ കംസ് നമ്മളുടെ റോജർ ദി കവേളി, അദ്ദേഹം ഒരു അപ്പർ ക്ലാസ് മാൻ ആണ്. സോ ഇങ്ങനെയുള്ള പല പേഴ്സൺസിനെ ഇതിൻ്റെ അകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ക്രോസ് സെക്ഷൻ ഓഫ് കണ്ടംപററി സൊസൈറ്റി എന്ന് പറയാം, എക്സെപ്റ്റ് ദ ലോവർ ക്ലാസ്